ഇന്നും പലരും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു കാര്യം, നിലവിൽ അന്യഭാഷയിൽ മലയാളം ഒഴികെയുള്ള മറ്റ് ഇൻഡസ്ട്രികൾ, തെലുഗു, തമിഴ്, അതുപോലെ കന്നഡ, ഈ ഒരു ഇൻഡസ്ട്രികളിലെല്ലാം ഇങ്ങോരോളം, അതായത് ദുൽഖർ സൽമാനോളം മുകളിൽ മറ്റൊരു മലയാള നടൻ ഇല്ല എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ അത് തന്നെയാണ് വാസ്തവം എന്ന് പറയുന്നത്. പല താരങ്ങളുടെയും ചില പർട്ടിക്കുലർ കഥാപാത്രങ്ങൾക്ക് കേരളത്തിന് പുറത്ത് ചിലപ്പോൾ പ്രത്യേക ഫാൻ ബേസ് ഒക്കെ ഉണ്ടായിരിക്കും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതെല്ലാം പ്രധാനമായിട്ടും ആ ക്യാരക്ടേഴ്സിനാണ് അവരുടെ തൊട്ടടുത്ത് ഇറങ്ങുന്ന മറ്റു സിനിമകൾക്ക് അവിടെ കിട്ടുന്ന സ്വീകാര്യതയും ദുൽഖർ പടങ്ങൾക്ക് കിട്ടുന്ന റെസ്പോൺസും നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അവിടുത്തെ മറ്റു നടന്മാരുടെ കൂടെ അല്ലാതെ, അല്ലെങ്കിൽ അവിടുത്തെ മെയിൻ ലീഡ് ആക്ടേഴ്സിന്റെ കൂടെ ഒരു സഹനടനായിട്ട് അഭിനയിച്ചിട്ടല്ലാതെ ഒരു ഹീറോ ആയിട്ട്, മലയാളത്തിൽ നിന്നുള്ള ഒരു ഹീറോ ആയിട്ട് ഒരു തുടർച്ചയായിട്ടുള്ള വിജയ ചിത്രങ്ങൾ സമ്മാനിക്കുക എന്നുള്ളത് ഒരു ബലികേറാ മല തന്നെയാണ്. നമുക്കറിയാലോ, നമ്മുടെ മലയാളം ഇൻഡസ്ട്രി എന്നുള്ളത് ഇപ്പോഴാണ് നല്ല രീതിയിൽ, അതായത് കുറച്ചുകൂടി ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന രൂപത്തിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറിയത്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റു ഇൻഡസ്ട്രികൾ, അതായത് തെലുഗു, പ്രത്യേകിച്ച് കന്നഡ, തമിഴ്, ഈ ഒരു മേഖലയിലെല്ലാം പോയിട്ട് ഒറ്റയ്ക്ക് അവിടുത്തെ സ്റ്റാർഡം, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഫാൻ ബേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ആ ഒരു തലത്തിൽ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് ഏറ്റവും എടുത്ത് പറയത്തക്ക ഒരു പേര് എന്ന് പറഞ്ഞത് അത് ദുൽഖർ സൽമാൻ മാത്രമായിരിക്കും. പലരും പൃഥ്വിരാജിന്റെ പേരൊക്കെ എടുത്ത് പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ പൃഥ്വിരാജ് ആ കാര്യത്തിൽ ഡിഫറൻ്റ് ആണ്. പുള്ളി ഒറ്റയ്ക്ക് പോയിട്ടൊരു പടം വിജയിപ്പിക്കുക എന്നുള്ളതല്ല, കൂടെ ലീഡ് ആക്ടേഴ്സിന്റെ കൂടെ പോയിട്ടുള്ള സഹനടനായിട്ട്, ആ സഹനടന്റെ ഗോലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവും. പൃഥ്വിരാജിന്റെ പല മറ്റു ഇൻഡസ്ട്രികളെല്ലാം പോയിട്ട് ചെയ്ത സിനിമകളുടെ കോലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നീങ്ങുന്നില്ല. ഇപ്പോൾ ദുൽഖർ സൽമാനെ കുറിച്ച് മാത്രം പറയുകയാണ്. ദുൽഖർ സൽമാന്റെ പിറന്നാൾ ദിനത്തിൽ മാത്രം റിലീസായിട്ടുള്ള ടീസർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മലയാളത്തിൽ നിന്നൊരു പയ്യൻ പോയിട്ട് അവിടെ ഉണ്ടാക്കിയ ഫാൻ ബേസ് നിസ്സാരമല്ല എന്നുള്ളതാണ്.